എഴുത്തച്ഛൻ്റെ നാട്ടിൽ 2 ആഴ്ച മുമ്പ് ഒരു പരിപാടിക്ക് ഞാൻ പോയി, തിരൂർ. അപ്പോൾ എഴുത്തച്ഛൻ തിരൂർ ജനിച്ച് എന്ത് സംഭാവനയാണ് നമ്മുടെ നാടിന് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം തിരൂർ ജനിച്ച ശേഷം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. അതുവരെ സംസ്കൃതത്തിലുണ്ടായിരുന്ന രാമായണവും മഹാഭാരതവും അദ്ദേഹം മലയാള ഭാഷയിലേക്ക് എഴുതി. ആധ്യാത്മ രാമായണം അതുപോലെ മഹാഭാരതം കിളിപ്പാട്ട് എന്ന അത് മലയാള ഭാഷയിലേക്ക് എഴുതി. അപ്പോൾ ഈ സംസ്കൃതത്തിൽ നിന്നും ഇത് മലയാള ഭാഷയിലേക്ക് എഴുതിയത് കൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുണ്ടായത്? അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെ നാമകരണം ചെയ്ത് നമ്മൾ ആദരിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഇമ്പാക്റ്റ്? തീർച്ചയായിട്ടും അതുവരെ സംസ്കൃതം അറിയാവുന്നവർക്ക് മാത്രം വായിക്കാവുന്ന കാര്യമായിരുന്നു ഈ രാമായണ മഹാഭാരതവും. സാധാരണ മനുഷ്യർക്ക്, മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആൾക്കാർക്ക് ഈ രാമായണ മഹാഭാരതവും വായിക്കാനും അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു അറിവ് നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സംസ്കൃതം അറിയാവുന്നവരത് വായിച്ച ശേഷം അവരത് മലയാളത്തിൽ അവരുടേതായൊരു ഇൻ്റർപ്രിട്ടേഷനായിട്ട്, അവരുടെ പ്രഭാഷണമായിട്ട്, അവരുടെ ചില പ്രസംഗങ്ങളായിട്ടൊക്കെയാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ സംസ്കൃതം അറിയാവുന്നവർ പറയുന്നതും തീരുമാനിക്കുന്നതുമാണ് മറ്റ് സാധാരണ മനുഷ്യർ രാമായണത്തെ പറ്റിയും മഹാഭാരതത്തെ പറ്റിയും അറിഞ്ഞിരുന്നത്. അപ്പോൾ അറിവിനൊരു അതിര് അവിടെ ഉണ്ടായിരുന്നു. ഫിൽറ്റർ ചെയ്തായിരിക്കും പലപ്പോഴും ഈ അറിവുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം എഴുത്തച്ഛൻ വരുത്തി മലയാളത്തിലേക്ക് ആധ്യാത്മ രാമായണവും രാമായണ കിളിപ്പാട്ടും എഴുതി എല്ലാവർക്കും ഈ 2 ഗ്രന്ഥങ്ങൾ, പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാനും ദൈവത്തെ പറ്റിയുള്ള കഥകൾ മനസ്സിലാക്കുന്നതിനുമൊക്കെയുള്ള ഒരു അവസരം ഒരുക്കി. അങ്ങനെ അദ്ദേഹം ഭാഷാപിതാവ് എന്നറിയപ്പെടുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒരു പ്രസക്തി, അടുത്തൊരു പ്രസക്തിയുണ്ട്. അദ്ദേഹം ഇത് എഴുതിയത് സാധാരണ എഴുതുന്ന പോലെയല്ല, ഒരു കിളിപ്പാട്ട് രൂപത്തിലാണ് എഴുതിയത്, ഒരു കിളി വന്ന് കഥ പറയുന്നത് പോലെ. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത്, നമ്മളൊരു അറിവ് അല്ലെ പാണ്ഡിത്യം, അറിവ്, ജ്ഞാനമൊക്കെ പകർന്ന് നൽകേണ്ടത് അഹങ്കാരത്തോടെയല്ല, പകരം വളരെ കിളിയെപ്പോലെ. കിളി ഒരു സാധാരണ ഒരു പക്ഷിയാണല്ലോ. അപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ആയിരിക്കണം, ഒരു ഹ്യൂമിലിറ്റിയോടുകൂടി, വിനയത്തോടുകൂടി ആയിരിക്കണം അറിവ്, ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത് എന്നുള്ളൊരു സന്ദേശവും ഈ എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതിൽ കൂടി നമുക്കൊരു സന്ദേശമുണ്ട്. അപ്പോൾ അറിവുള്ളവർ അല്ലെങ്കിൽ അറിവ് പകർന്നു നൽകുന്നവർ, അവർ അഹങ്കരിക്കാൻ പാടില്ല. അത് ഈ രാമായണത്തെ പറ്റിയോ മഹാഭാരതത്തെ പറ്റിയോ പറഞ്ഞു നൽകുന്നവരോ അല്ല മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നവരും ഒരിക്കലും അഹങ്കാരമുള്ളവരാവരുത്. അവർ വളരെ വിനയത്തോടെയുള്ളവരായിരിക്കണം സമൂഹത്തിൽ എന്നുള്ളൊരു സന്ദേശവും ഈ എഴുത്തച്ഛൻ്റെ ഈ കാര്യത്തിൽ ഇദ്ദേഹം തർജ്ജമ ചെയ്തതിൽ കൂടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ കൂടി, രീതിയിൽ കൂടി. അപ്പോൾ ഈ എഴുത്തച്ഛൻ്റെ ഈ ഒരു കാര്യത്തിൽ നിന്ന് കേരളത്തിൽ ഒരു സമത്വം കൊണ്ടുവരാൻ പറ്റിയില്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹമല്ലേ കേരളത്തിലെ ആദ്യത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, സമത്വം കൊണ്ടുവരാൻ വേണ്ടി? കാരണം അതുവരെ സംസ്കൃതം അറിയാവുന്നവർക്ക് മാത്രം വായിക്കാൻ പറ്റിയിരുന്ന ഗ്രന്ഥങ്ങൾ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൂടി ഒരു സമത്വത്തിൻ്റെ ഒരു സന്ദേശം അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ വിനയത്തോടു കൂടി വേണം ഈ പരിജ്ഞാനമുള്ളവർ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത് കൂടി, അതും ഒരു സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശം തന്നെയാണ്, സഹോദര്യത്തിൻ്റെയും ഒക്കെ. അപ്പോൾ ആദ്യത്തെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് തീർച്ചയായിട്ടും ശ്രീ തുഞ്ചത്ത് എഴുത്തച്ഛനാണ്, തിരൂരിൽ നിന്നുള്ള. പക്ഷേ ഒരു ഗതികേട് ഇന്ന് നമ്മൾ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കാൻ നോക്കിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അന്ന് ഈ പ്രതിമ സൃഷ്ടിച്ച ആ ഒരു കലാകാരനോ അല്ലെങ്കിൽ ശില്പിയും ആ പരിപാടിയിൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴും അത് ഈ എവിടെയാണോ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ അത് സ്ഥാപിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ പല മുഖ്യമന്ത്രിമാരുടെയും അതിനു മുമ്പുള്ള പലരുടെയും പ്രതിമകൾ കേരളത്തിലുടനീളം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മുടെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ, നമ്മുടെ ഭാഷാപിതാവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഇതുവരെ പറ്റിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു അഭിമാനം തോന്നേണ്ട കാര്യമാണോ അതോ ലജ്ജ തോന്നേണ്ട കാര്യമാണോ എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതൊരു ചോദ്യമാകണം. എന്തുകൊണ്ട് എഴുത്തച്ഛൻ്റെ
സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ഭാഷാപിതാവിൻ്റെ ഒരു പ്രതിമ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നമുക്ക് ഇതുവരെ വെക്കാൻ പറ്റുന്നില്ല. അതൊരു ചോദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോടും, എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത്. ഇനി അടുത്ത ഈ സമത്വവും സാഹോദര്യവുമൊക്കെ അദ്ദേഹം കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ഇന്ന് കേരളത്തിൽ അങ്ങനെയാണോ, എങ്ങനെയെല്ലാം നമ്മൾ വിഘടിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ പലരും, എസ്പെഷ്യലി ഇലക്ഷൻ സമയത്ത് എങ്ങനെ വിഘടിപ്പിക്കാമെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് നോക്കാം. ഒന്ന്, തീർച്ചയായിട്ടും എഴുത്തച്ഛൻ ഈ രാമായണവും ഇതൊക്കെ മലയാളത്തിലേക്ക് പകർത്തിയപ്പോൾ എല്ലാവർക്കും അത് വായിക്കാൻ പറ്റുന്നുണ്ട്, അതിലെ സന്ദേശങ്ങളും മൂല്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ജനിച്ച് മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത ശ്രീ ശങ്കരാചാര്യയും അദ്വൈത ഫിലോസഫിയിൽ കൂടി ഈ ദൈവം എന്ന് പറയുന്ന എല്ലാവരിലും ഉണ്ട്, എൻ്റെ ഉള്ളിലുമുള്ള ദൈവവും നമ്മുടെ അടുത്തുള്ള ആളുടെ അടുത്തുള്ള ദൈവവും ഒക്കെ ഒന്നാണ്. അപ്പോൾ നമ്മളെല്ലാം സഹോദരന്മാരാണ്, ദൈവികത്വമുള്ളവരാണ് എന്നുള്ള സന്ദേശം ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്നിപ്പിക്കുന്ന ഘടകമാണ്. രാമായണവും മഹാഭാരതവും എല്ലാവരും വായിക്കുമ്പോൾ അത് ഒന്നിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ ഒന്നിച്ചുള്ള ആഘോഷങ്ങൾ ഒന്നിപ്പിക്കുന്ന കാര്യമാണ്. അടുത്ത കാലത്ത് പൊങ്കാല തിരുവനന്തപുരത്ത് നടന്നു, അതുപോലെ ഇപ്പോൾ ഉത്രാളിക്കാവ് ഉത്സവം നടന്നു, പൂരം നടക്കാൻ പോകുന്നു തൃശ്ശൂർ. കഴിഞ്ഞ 3-4 ആഴ്ച മുമ്പ് തൃശ്ശൂർ ഒളരിക്കര ഒരു അമ്പലത്തിൽ അവിടെ ഒരു ആന മരിച്ചതിൻ്റെ 3ാം ചരമദിനത്തിന് ഞാൻ പോകാനിടയായി. അപ്പോൾ ഒളരിക്കരയിലെ ഈ അമ്പലത്തിൽ ഒരു ആന, 36 വയസ്സുള്ള ആനയാണ്, മരിച്ചതിൻ്റെ 3ാം ചരമവാർഷികം അവിടെയുള്ള ആളുകൾ വളരെ ഒരു മനുഷ്യരുടെ ചരമവാർഷികം പോലെ തന്നെ കൊണ്ടാടുന്നു. അപ്പോൾ അത് അവിടെയുള്ളവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ് അങ്ങനെയുള്ള ഒന്നിച്ചുള്ള ആഘോഷങ്ങൾ. അതുപോലെ പല പിൽഗ്രിമേജുകളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ കേരളത്തിൽ കുറേയധികമുണ്ട്. അപ്പോൾ ആ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ഒന്നായിട്ട് സമത്വത്തോടുകൂടി മുന്നോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഘടനവാദികളിൽ നിന്നും നമ്മളുടെ കേരളത്തെ രക്ഷിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. അങ്ങനെ ഒരു മാറ്റമാണ് നമുക്ക് വേണ്ടത്.